ഹലോ എവരിവൺ, ഫിസിക്സ് ബോക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 9 ആണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഇതിന്റെ പാർട്ട് 1 വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന കണ്ടന്റുകൾ എന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോണ കണ്ടന്റുകളാണ് ഇവ കൊടുത്തിരിക്കുന്നത്. അവ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ, അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ആദ്യം എടുക്കുക. അതിനുശേഷം പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഡെൻസിറ്റി ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി, പിന്നെ പാസ്കൽസ് ലോ, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പറയും. അതുപോലെ തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ട് 1 വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വേഗം തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സപ്പോസ് ഇവിടെ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങനെ ഉണ്ട് അല്ലേ. അപ്പം ഈ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാലും ഈ ലിക്വിഡിനെയും ഗ്യാസിനെയും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്ലസ് ഗ്യാസസ്, അവ രണ്ടിനും കൂടി പറയുന്ന പേരാണ് എന്ത് ചെയ്യുക? ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഓക്കെ, കാരണം എന്താ? ഇവയ്ക്ക് എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യാൻ കഴിയും അല്ലെ. ലിക്വിഡിനായാലും ഗ്യാസിന് എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇവയെ ഫ്ലൂയിഡ്സ് എന്ന് പറയാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഫ്ലൂയിഡ്സ് ഡു നോട്ട്. ഓക്കെ, നമുക്കറിയാം സോളിഡ് എന്നാൽ ഒരു റിജിഡ് ബോഡിയാണ് അല്ലെ. സോളിഡ് ബോഡിക്ക് എക്സാമ്പിൾ ആണ് റിജിഡ് ബോഡി ആണ്. അപ്പൊ റിജിഡ് ബോഡിക്ക് എന്ത് ചെയ്യുക? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ലിക്വിഡിനും അതുപോലെ ഗ്യാസിനും ഒക്കെ എന്ത് ചെയ്യുക? ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. കാരണം എന്താ? അവ ഏത് ബോട്ടിലാണ് എടുക്കണേ ആ ബോട്ടിനനുസരിച്ച് എന്ത് ചെയ്യുക? അതിന്റെ അയിലായി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ക്ലിയർ അല്ലേ? അപ്പൊ ഏത് ബോട്ടിലാണ് ഇരിക്കുന്നത് അതായിരിക്കും അതിന്റെ വോളിയം എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പം സോളിഡ്സിന് മാത്രം എന്താ ഡെഫിനിറ്റ് ഷേപ്പും കാര്യങ്ങളും ഉള്ളൂ. അപ്പൊ ലിക്വിഡ്സും ഗ്യാസിന്റെ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഇനി അടുത്ത സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഹാവ് ഫിക്സ്ഡ് വോളിയം. അവർക്ക് എന്തൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള വോളിയം ഉണ്ട് അല്ലെ. സോളിഡ്സിനും ലിക്വിഡ്സിനൊക്കെ ഫിക്സ്ഡ് വോളിയം ഉണ്ട്. അപ്പം ലിക്വിഡ് ഒരു ഗ്ലാസ്സിലെടുക്കണമെങ്കിൽ ആ ഗ്ലാസ്സിലുള്ള വോളിയത്തിലേക്ക് എന്ത് ചെയ്യുക? ലിക്വിഡ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, പക്ഷെ ഗ്യാസസിന് എന്താ? ഫിൽ ദ എൻറ്റയർ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. അപ്പൊ എന്ത് ചെയ്യുക? ഈ കണ്ടെയ്നറിലെ എൻറ്റയർ വോളിയത്തിന്റെ ഗ്യാസ് ഫിൽ ചെയ്യുന്നുണ്ട്. ഗ്യാസ് ആർ ഹൈലി കംപ്രസിബിൾ ആണ്, സോളിഡ്സ് ആർ ലിക്വിഡ്സ് ആർ ലോ കംപ്രസിബിലിറ്റി. നമുക്കറിയാം, നമുക്ക് ഗ്യാസസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? അതിന് നമുക്ക് കുറെ ആറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക? ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുക? ഫ്രീ ആയിട്ടുള്ളത് അല്ലെ. ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യുക? ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്? അപ്പൊ ഗ്യാസിന്റെ ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യാം? നല്ല ഹൈ കംപ്രസിബിലിറ്റി ഉള്ളതാണ് ഗ്യാസസിന് പറയാം. അപ്പൊ ഈ സോളിഡ്സിനും ലിക്വിഡ്സിനും കേസ് എടുക്കുന്ന സമയത്ത് അത് നേരെ കമ്പാരേറ്റീവ്ലി എന്ത് ചെയ്യുക? ഈ ഗ്യാസസിനെ അപേക്ഷിച്ച് കംപ്രസിബിലിറ്റി എന്ത് ചെയ്യുക? കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ എൻറ്റയർ ചാപ്റ്ററിനെ 3 പാർട്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ രണ്ടാമത്തെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആൻഡ് ലാസ്റ്റ് വൺ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്താണെന്ന് പറയും, അതിനുശേഷം ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ കുറിച്ച് പറയും, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പൊ ഈ ഇത്രയും 3 പാർട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിനെ കുറിച്ചാണ്. അത് സ്റ്റേഷനറി ഉള്ള ഫ്ലൂയിഡിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുക? അനങ്ങുന്നില്ല, അതായത് സ്റ്റേഷനറി ആയി നിൽക്കുക. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? ഡൈനാമിക് എന്താ? മോഷൻ അയക്കുന്ന ഫ്ലൂയിഡിന്റെ കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡിൽ പറയാം. അതിനുശേഷം ഈ കോമൺ ആയിട്ട് സ്റ്റാറ്റിക് ആയാലും അതുപോലെ തന്നെ ഡൈനാമിക് ആയാലും ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് എന്ത് ചെയ്യുക? ഈ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് എന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് പാർട്ടുള്ള പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള പാർട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ പ്രഷർ എന്താണ് നമുക്ക് ആദ്യം അറിയാം. അപ്പൊ സപ്പോസ് പ്രഷറിനെ കുറിച്ചാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പ്രഷറിനെ കുറിച്ച്. ഓക്കെ, അപ്പം പ്രഷറാണ് ആദ്യം പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് എന്ത് ചെയ്യുക? പ്രഷർ എന്ന് പറയാം. അപ്പൊ അങ്ങനെ എഴുതാ? പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ക്ലിയർ അല്ലേ? ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് എന്ത് ചെയ്യുക? പ്രഷർ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാ? ഫോഴ്സിന്റെ ന്യൂട്ടൺ അല്ലേ. അതുപോലെ തന്നെ ഏരിയന്റെയോ മീറ്റർ സ്ക്വയർ അല്ലെ. അപ്പൊ ന്യൂട്ടൺസ് പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത് ചെയ്യുക? പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയാം. ഈ ന്യൂട്ടൺസ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന വേറൊരു പേരുണ്ടല്ലോ, അതെന്താണ്? പാസ്കൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാസ്കൽ
ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ പറയാം ഇതിന്റെ ഡയമെൻഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. ഇപ്പോൾ ഡയമെൻഷൻ പറയുമ്പോൾ ഡയമെൻഷൻ എങ്ങനെ എഴുതാം? ഓക്കെ, ഡയമെൻഷൻ ഫോഴ്സിനെ നമ്മൾ നേരത്തെ പഠിച്ചു ML(T⁻²) നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എഴുതുമ്പോൾ ML(T⁻²) ഡിവൈഡഡ് ബൈ ഏരിയന്റെ ഡയമെൻഷനോ, ഏരിയ എന്ന് പറയുമ്പോൾ എന്താ, ലെങ്ത്തിന്റെ സ്ക്വയർ അല്ലേ, ലെങ്ത്തിന്റെ ബ്രെഡ്ത്താണ്. അപ്പം രണ്ടും ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്തിന്റെ സ്ക്വയറിന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ, L-ഉം L² തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കി ഈക്വൽ ടു M, താഴെ ഒരു L ഉണ്ട് അല്ലേ, അതിന് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ML(T⁻²) ഇതാണ് ഡയമെൻഷൻ ഫോർമുല ഓഫ് പ്രഷർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പ്രഷറിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇപ്പം പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാം, ഒരു കണ്ടെയ്നർ എടുത്തില്ലേ, ഈ കണ്ടെയ്നറിൽ എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനെ ഇൻസേർട്ട് ചെയ്യാണ്, അതായത് ഹാഫ് ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, അതിൽ മുങ്ങി കിടക്കുന്ന ഒബ്ജക്റ്റ് ആണ് വിചാരിക്കുക, അതിൽ മുങ്ങി കിടക്കുന്ന ഒബ്ജക്റ്റ് ആണ്. എന്നുവെച്ചാൽ ബീക്കർ താഴെ തട്ടുന്നുമില്ല, ഒബ്ജക്റ്റിന്റെ മുകളിൽ വെച്ച് പുറത്തേക്ക് സർഫസിൽ ഒബ്ജക്റ്റിനെ അവിടെ കാണുന്നില്ല. അങ്ങനെ വെള്ളത്തിന് ഉള്ളിൽ മുങ്ങി കിടക്കുന്ന ഒബ്ജക്റ്റിനാണ് എന്ത് പറയുക, ഒരു ഇമ്മേഴ്സ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മൾ ഒരു ബീക്കർ എടുക്കാണ്, ഒരു ബീക്കർ. ഓക്കെ, ബീക്കർ എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതില് വെള്ളം നിറയ്ക്കുകയാണ്. വെള്ളം നിറച്ചു. ഓക്കെ, വെള്ളം നിറച്ചു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, അതിലൊരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ ഒബ്ജക്റ്റിനെ ഞാനിവിടെ ഇമ്മേഴ്സ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, അങ്ങനെ അവിടെ നിൽക്കാൻ കാരണം എന്താ, താഴോട്ട് പോകാൻ കാരണം എന്താ, ഒരു ഫോഴ്സ് ആയിരിക്കും. എന്തായാലും ഒരു ഫോഴ്സ് ആക്കി ആയിട്ട് ചെയ്യാം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഒബ്ജക്റ്റ് അവിടെ പൊങ്ങി നിൽക്കാൻ കാരണം അവരുടെ ഡെൻസിറ്റിയുടെ വ്യത്യാസം കൊണ്ടാണ് അത് പൊങ്ങി കിടക്കുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. സപ്പോസ് ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഈ നമ്പർ ഓഫ് ഫോഴ്സസ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ബോഡി പൊങ്ങി കിടക്കുകയാണെങ്കിൽ അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ചെയ്യുക, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുക, ആ ബോഡിന് മേലെ ആക്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ, ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് എപ്പോഴും എങ്ങനെയാണ്, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പൊ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ പറയും ബോയൻസി ഫോഴ്സ് എന്നൊക്കെ പറയാം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ സപ്പോസ് ഈ ബോഡി സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സസിലെ ഈ ഫോഴ്സിനെ പറഞ്ഞ പേരാണ് എന്താ, ത്രസ്റ്റ് എന്ന് പറയാം. എന്താണ് പറയാ, ത്രസ്റ്റ് എന്ന് പറയും. ത്രസ്റ്റ് എന്ന് പറയാം. കണ്ടോ, ഈ സർഫസിന് എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് എന്ത് ചെയ്യുക, ത്രസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ പറഞ്ഞത്, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇല്ല, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ത്രസ്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ. When an object is submerged in a fluid at rest, the fluid exerts a force on its surface. അല്ലെ, ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യുക, അതിന്റെ സർഫസിൽ ഒരു ഫോഴ്സ് ഉണ്ടാക്കും. That is force is perpendicular to the surface of the object. This force is known as thrust. അതായത് ആ ഒരു ഒബ്ജക്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യണം, സർഫസിൽ ആക്ട് ചെയ്യണ ഫോഴ്സിനാണ് എന്താ പറയാ, ത്രസ്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഫ്ലൂയിഡ് എങ്ങനെയാണ്, ഒരു റെസ്റ്റിൽ നിൽക്കുന്ന ഫ്ലൂയിഡ് ആണ്. അപ്പൊ അതിന് ബോഡി ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ത്രസ്റ്റ് എന്ന് പറയാം. അത്ര കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞൊരു സംഭവം ഇല്ലേ, അപ്പൊ നമുക്ക് സപ്പോസ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് അല്ലെ, ഈ ബീക്കറുണ്ട്. അപ്പൊ ഈ ബീക്കറിലെ ഏതെങ്കിലും ഒരു ഏരിയയിലെ പ്രഷർ കണ്ടുപിടിക്കണമായിരിക്കാം, ഒരു പ്രഷർ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ബീക്കറിൽ ഉള്ള എത്രത്തോളമാണ് ആ ബോഡിയിൽ ആക്ട് ചെയ്യണ പ്രഷർ എന്ന് വിചാരിക്കുക, ആ ബോഡിന് മേലെ ആക്ട് ചെയ്യണ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ് ആണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ദ നോർമൽ നമുക്കിവിടെ പറയാം, ദ നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് അറ്റ് എനി പോയിന്റ് മേ ബി മെഷേർഡ് യൂസിങ് ആൻ ഐഡിയലൈസ്ഡ് പ്രഷർ മെഷറിംഗ് ഡിവൈസ്. അതായത് പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു ഐഡിയലൈസിംഗ് ഡിവൈസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സെറ്റപ്പ് ഇവിടെ വരയ്ക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ആ സെറ്റപ്പ്. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ടാകും, പിസ്റ്റൺ ഉണ്ട്, ഒരു പിസ്റ്റൺ. ഈ പിസ്റ്റന്റെ ഒരു എൻഡില്, പിസ്റ്റന്റെ താഴെ ഒരു എൻഡില് ഒരു സ്പ്രിംഗ് ഉണ്ടാവും ഉള്ളില്.
ഫുള്ള് ഒരു സ്പ്രിങ് ഉണ്ടാവുക. ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ആകുമ്പോൾ എന്താ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രഷർ അളക്കാൻ പറ്റും. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പിസ്റ്റൺ ഉണ്ടെങ്കിൽ പിസ്റ്റന്റെ ഏരിയ എന്ന് വിചാരിക്കാം. ഇത് ഏരിയ ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് സ്പ്രിങ് ആണെങ്കിൽ അതിന്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ് ഇത് എന്ത് ചെയ്യാത്തെന്ന് പറയാം, സ്പ്രിങ് കോൺസ്റ്റന്റ്. അപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ഫോഴ്സ് ഇവിടെ നിന്ന് ആക്ട് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്യാം, അത് കംപ്രസ് ചെയ്യാം. അതായത് ആ പ്രഷർ മേലിൽ നിന്നാണ്, അതായത് പ്രഷർ എന്ത് ചെയ്യാം, അത് സർഫസിൽ നിന്ന് ഉള്ളിലോട്ടാണ് ബോഡിന് മേടിക്കുക എന്ത് ചെയ്യുക, പ്രഷർ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ കംപ്രഷൻ നടക്കുമല്ലോ. കംപ്രഷൻ നടക്കുമ്പോൾ അവിടെ എത്രത്തോളമാണ് അവിടുത്തെ പ്രഷർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവൈസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഡിവൈസിന്റെ ഈ എൻഡ് ഭാഗങ്ങളിൽ ഇവിടെ എന്ത് ചെയ്യാം, റീഡിങ്സ് മെഷർ ചെയ്യാൻ പറ്റും. ഈ റീഡിങ്ങിൽ നമ്മൾ കംപ്രസ് ചെയ്യുമല്ലോ അല്ലേ, അതായത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇവിടെ ഓരോ വാല്യൂസിന് കാണിക്കും. അപ്പൊ എത്രത്തോളം കംപ്രഷൻ ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം പ്രഷർ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ഇവിടുന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഈ കംപ്രഷൻ ഉണ്ടായത് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. ആ കംപ്രഷൻ, ആ ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ എക്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ എഴുതിക്കൂടെ, എഫ് ഈസിക്കൽ ടു കെ എസ് എഴുതിക്കൂടെ, എഫ് ഈസിക്കൽ ടു കെ എസ് എഴുതാലോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് ഇവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പ്രഷർ കണ്ടുപിടിച്ചൂടെ. പ്രഷറിന് ഇക്വേഷൻ എന്താ, പ്രഷർ ഈസിക്കൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ, ഫോഴ്സ് ഡിവൈഡർ ബൈ ഏരിയ. അപ്പൊ ഇത്രയും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഫോഴ്സ് കിട്ടി. അവിടെ സ്പ്രിങ് കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് അറിയെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ അതിന് ഫോഴ്സ് കിട്ടും. ഫോഴ്സ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, ആ ഫോഴ്സിന് ഇക്വേഷൻ പ്രഷറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ അവിടെയുള്ള കിട്ടുന്ന പ്രഷറിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ ഈ പ്രഷർ എങ്ങനെ കാണുന്നതൊക്കെ പറയല്ലോ. ഈ എൻറ്റയർ സെറ്റപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് നേരത്തെ കണ്ട ബീക്കറിലെ ആ ബീക്കറിലേക്ക് ആ ബീക്കർ എടുക്കുക. ആ ബീക്കറിൽ ഏത് പോയിന്റിലെ പ്രഷറാണോ കണ്ടുപിടിക്കേണ്ടത് ആ സ്ഥലത്തേക്ക് ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുകയാണ് ചെയ്യാം. നമുക്ക് അതിന്റെ ഡയഗ്രം ഒന്ന് വരയ്ക്കാം. ഓക്കെ. അപ്പൊ സപ്പോസ് ഇവിടെ ഒരു ബീക്കർ വരച്ചു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളം ഉണ്ടല്ലോ, വാട്ടർ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു പോയിന്റ് എ എന്നുള്ള പോയിന്റിലെ പ്രഷറാണ് നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഇല്ല, ആ ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യുക, ഈ എ എന്ന പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പൊ ആ എ എന്നുള്ള പോയിന്റിൽ ആ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ആ പിസ്റ്റൺ ഉള്ള ഇൻസ്ട്രുമെന്റിനെ പ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നേരത്തെ പറഞ്ഞ റീഡിങ് കിട്ടുമല്ലോ. ആ റീഡിങ് കിട്ടിയാൽ നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. എഫ് ഈസിക്കൽ ടു കാറ്റ്സ് കിട്ടും. ക്ലിയർ ആണല്ലോ. ആ കാറ്റ്സ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് അതിന് പ്രഷർ കണ്ടുപിടിക്കാം. പ്രഷർ ഈസിക്കൽ ടു ഫോഴ്സ് ഡിവൈഡർ ബൈ ഏരിയ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കണ്ടെയ്നറിനുള്ളിലെ പ്രഷർ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഈ പണ്ട് കാലത്ത് ഇങ്ങനെയാണ് യൂസ് ചെയ്തത്. ഇപ്പൊ എന്ത് ചെയ്യുക, വേറെ ടെക്നിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ. അപ്പൊ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ അറ്റ്മോസ്ഫിയർ ഗിവൺ ഒരു വെയിറ്റ് ഉണ്ട് അല്ലെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, മൈന്യൂട്ടുള്ള പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അപ്പൊ ഈ അതുകൊണ്ട് തന്നെ ഈ അറ്റ്മോസ്ഫിയർ ഇടുമ്പോൾ വലിയൊരു സംഭവമാണ്. അപ്പൊ അത് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ എടുക്കുമ്പോൾ അതിന് എന്ത് നല്ല വെയിറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ നല്ല വെയിറ്റ് ഉണ്ടാവും. ഈ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുക, നല്ല വെയിറ്റ് ഉള്ള ബോഡി ഉണ്ട് ആയതുകൊണ്ട് തന്നെ ഈ എർത്ത് എന്ത് ചെയ്യുക, ആ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുക, അങ്ങോട്ട് ഉള്ളിലോട്ട് വലിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ, അതായത് എർത്തിന് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ബസ്സിന് വെയിറ്റ് ഉള്ള ബസ്സിനെ എന്ത് ചെയ്യുക, സെൻട്രലിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് അറിയാലോ, അവിടെ നമുക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പറഞ്ഞാൽ mg എന്നുള്ള ഫോഴ്സ് ആണ്. mg എന്ന് പറഞ്ഞാൽ എന്താ, m എന്ന് പറഞ്ഞാൽ ആ അറ്റ്മോസ്ഫിയറിന്റെ മാസ് ആണ്. ക്ലിയർ. അതുപോലെ തന്നെ g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് ആണ് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ, അതായത് എർത്ത് അറ്റ്മോസ്ഫിയർ കൊണ്ട് വലിക്കുമ്പോൾ ഈ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുക, ഈ എർത്തിന്റെ മേലെ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറാണ് ശരിക്കും എന്ത് ചെയ്യുക, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ the pressure exerted by the weight of a atmosphere on the earth surface അല്ലെ. അതിനാണ് എന്ത് പറയാ, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. അപ്പൊ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 1 atm or 1.013 × 10⁵ പാസ്കൽ. അതായത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 atm എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളതാണ്.
സ്റ്റാൻഡേർഡ് യൂണിറ്റ് 1 ATM എന്നാണ്. 1 ATM എന്ന് പറഞ്ഞാൽ 1.015 ഇൻറ്റു 10⁵ പാസ്കൽ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ നിൽക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയാം. എന്താണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് മെർക്കുറി ബാരോമീറ്റർ കേട്ടോ. മെർക്കുറിയും കൂടി ഉണ്ട്. മെർക്കുറി ബാരോമീറ്റർ ആണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്നത്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ് അബോവ് ദ സീ ലെവൽ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറയാം. ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു സി ഉണ്ട്, ഇത് സി ആണെന്ന് വിചാരിക്കാം. സി, ഓക്കെ, അപ്പൊ സി ഉണ്ടോ? ഈ സിയിൽ എന്ത് ചെയ്യുക, ഒരു സപ്പോസ് എന്ത് ചെയ്യുക, നമ്മൾ കടലിന്റെ അടിയിലേക്ക് പോവാണേ. ആ അടിയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ പ്രഷറിന്റെ വാല്യൂ എന്ത് ചെയ്യുക, കൂടുതലായിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താ പറഞ്ഞത്? ഓക്കെ, ഇപ്പൊ ഇവിടെ സീന് താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, പ്രഷർ എന്ത് ചെയ്യുക, കൂടുതലായിരിക്കും അല്ലേ. നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സീ ലെവലിലാണ് നിൽക്കുന്നത്, നമ്മളിവിടെ നിൽക്കുകയാണ്. നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യുക, പ്രഷർ കൂടുതലായിരിക്കും. നമ്മൾ സീ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോവാണ്, അതെന്ത് ചെയ്യുക, നമ്മൾ എല്ലാം മലമുകളിലേക്കോ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അതിൻ്റെ അടുത്ത് എന്താ, പ്രഷറിന്റെ വാല്യൂ കുറയും. അപ്പൊ നമ്മൾ മുകളിലോട്ട് പോവാണ് വെച്ചോ. അപ്പൊ സപ്പോസ് നമ്മളിവിടെ ഉണ്ട്, നമ്മൾ മുകളിലോട്ട് പോവാ, ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക, ഗ്രാവിറ്റിയും കുറവാണ്. അപ്പൊ ഗ്രാവിറ്റിയും കുറവാണ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രഷറും എന്ത് ചെയ്യാണ്, കുറവായിരിക്കും. ക്ലിയറല്ലോ? അപ്പൊ എബവ് ദ സീ ലെവലിന് മുകളിലായിട്ട് എന്ത് ചെയ്യുക, പ്രഷർ എന്ത് ചെയ്യുക, കുറവായിരിക്കും. താഴെ എന്ത് ചെയ്യുക, പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെൻസിറ്റി ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ പോകുന്നത് അല്ലേ. അപ്പം ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അത് മലയാളത്തിൽ സാന്ദ്രത എന്നാ പറയാം. അപ്പോൾ ഒരു വസ്തുവിന്റെ ഡെൻസിറ്റി എങ്ങനെയാണെന്ന് പറയുമ്പോൾ, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗിവൺ വോളിയത്തിൽ ഉണ്ടാകുന്ന ആ വസ്തുവിന്റെ മാസ് എത്ര, അതായത് ഗിവൺ വോളിയത്തിൽ അതായത് ഡെൻസിറ്റി ടു മാസ് ബൈ വോളിയം എന്നാണ് അല്ലേ. ഡെൻസിറ്റി ടു മാസ് ബൈ വോളിയം, അതായത് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, അതായത് മാസ് ബൈ ഡിവൈഡ്, അതായത് ഡെൻസിറ്റി റോ ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ വോളിയം എന്നാ പറയാം അല്ലേ. അപ്പൊ മാസിന്റെ യൂണിറ്റ് എന്താ, കിലോഗ്രാം അല്ലേ, വോളിയത്തിന്റെ എന്താ, മീറ്റർ ക്യൂബ് അല്ലേ. അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്ത് ചെയ്യുക, അതിന്റെ യൂണിറ്റ് എന്ന് പറയാം. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ് എന്ന് പറയാം. ഇനി നമ്മളെ വെള്ളം എടുക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഓഫ് വാട്ടറിന് 1000 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ, എന്താണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്ത് ചെയ്യുക, വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയാം. അത് പറഞ്ഞാൽ 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. 1000 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 10⁻³ കിലോഗ്രാം അല്ലേ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അതാണ് എന്ത് വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ, ശരിക്കും റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ കമ്പയർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ട് നമ്മൾ പറയുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ സപ്പോസ് ഇപ്പൊ വെള്ളമുണ്ട്, വെള്ളത്തിന്റെ മേലെ നമ്മൾ ഓയിൽ വയ്ക്കുക, എന്ത് ചെയ്യുക, വെള്ളത്തിന് മേലെ ഓയിൽ നിൽക്കും. ക്ലിയർ ആണല്ലോ? സപ്പോസ് അതേ മാറ്റം എന്ത് ചെയ്യുക, അപ്പൊ വെള്ളത്തിൽ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്ത് നിൽക്കായിരിക്കും. അപ്പം ശ്രദ്ധിക്കുക, അപ്പൊ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ചിലപ്പോൾ ബോഡി ചില ബോഡി ഇട്ടുന്ന വെള്ളത്തിനടിയിൽ താഴ്ന്നു നിൽക്കും. ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, പറയാൻ പോകുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ ഫോർമുല, അത് മനസ്സിലാക്കുക. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഏതിന്റെ ഡെൻസിറ്റി ആണ് കാണേണ്ടത്, അതായത് അങ്ങനെ ആകുമ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ബോഡി ടു ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ വാട്ടറിന്റെ മുകളിലാണ് ബോഡി ഉള്ളത് കൊണ്ട് വാട്ടറിന്റെ എപ്പോഴും ഈ ഇക്വേഷൻ മറന്നു നോക്കാൻ എളുപ്പവഴി എന്താ വെച്ചാൽ എപ്പോഴും വാട്ടർ താഴെ ഉണ്ടാവുക, ബോഡി അതിന്റെ അതായത് വാട്ടർ ആണ് ഉള്ളത് അല്ലെ, താഴെ ഉള്ളത്. മേലെ എന്ത് ചെയ്യുക, അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ബോഡിയാണ് ആദ്യം വരിക. ക്ലിയർ ആണെങ്കിൽ വാട്ടർ എപ്പോഴും താഴെയാണ് വരിക, അതിന് എപ്പോഴും മുകളിലായിട്ട് എന്ത് ചെയ്യുക, റിലേറ്റീവ് ഡെൻസിറ്റി അതായത് ഡെൻസിറ്റി ഓഫ് ബോഡിയാണ് ഉണ്ടാവുക. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ സപ്പോസ് ഇതെങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിവിടെ കുറെ ഡയഗ്രം കൊടുത്തു അല്ലെ, റിലേറ്റീവ് ഡെൻസിറ്റി കൊടുത്തു, വാട്ടർ കൊടുത്തിട്ടുണ്ട് അല്ലെ, അതുപോലെ മറ്റേ മെർക്കുറി, സീ വാട്ടർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കാം. സപ്പോസ് നമ്മളിത് മെർക്കുറി ആണ് എന്ത് ചെയ്യുക, ഈ ടേബിളിൽ നിന്ന് എടുക്കുന്നത് വെച്ചോ. ഈ വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കട്ടോ. അവിടെ വാട്ടറിന്റെ ഡെൻസിറ്റി 1 × 10⁻³ അതുപോലെ തന്നെ സീ വാട്ടർ ആകുമ്പോൾ 1.03 10⁻³ ആണ് അതിന്റെ ഡെൻസിറ്റി. മെർക്കുറി ഡെൻസിറ്റി 13.6 × 10⁻⁶. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം കാണിച്ചു തരാൻ പോവാണ്. ഇപ്പൊ സപ്പോസ് നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി കാണാണ് പറയുന്നത് വെച്ചോ. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ മെർക്കുറിന്റെ കാണുന്ന വെച്ചോ. എന്താണ് മെർക്കുറിന്റെ, അതെങ്ങനെ കാണാം?
അപ്പോൾ ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി കാണുമെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി എത്രയാണ് കാണുന്നത്? സോറി, ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് മെർക്കുറിന് എത്രയാണ് ഇവിടെ ടേബിൾ ഉണ്ടല്ലോ, 13.6 into 10⁻³ ഡിവൈഡഡ് ബൈ ഓക്കെ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താ ചെയ്യുക, 1 into 10⁻³ അല്ലേ, 1 into 10⁻³. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം, ഈ 10⁻³ 10⁻³ ക്യാൻസൽ ചെയ്തൂടെ. ഓക്കെ, ബാക്കി എന്താ കിട്ടുക, 13.6 അല്ലേ. ഇതാണ് എന്ത് ചെയ്യുക അവിടെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്ര, അങ്ങനെയാണ് ഒരു ബോഡിയുടെ ഡെൻസിറ്റി മറ്റേതിനനുസരിച്ച് എത്രത്തോളം ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാം, ഇപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വാല്യൂ, റിലേറ്റീവ് ഡെൻസിറ്റി എന്നിങ്ങനെ എഴുതട്ടെ, RD ഗ്രേറ്റർ ദാൻ 1, ഒരു 1നേക്കാട്ടി റിലേറ്റീവ് ഡെൻസിറ്റി കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഡെൻസിറ്റി ഓഫ് എ ബോഡി എപ്പോഴും എന്ത് ചെയ്യാം, അതായത് ഡെൻസിറ്റി ഓഫ് എ ബോഡിയിലെ ഇപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എപ്പോഴും ഒന്നിനെക്കാട്ടി കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് എ ബോഡി എപ്പോഴും എന്ത് ചെയ്യുക, അതായത് ഒരു ബോഡി എപ്പോഴും എന്ത് ചെയ്യുക, വെള്ളത്തിന്റെ അടിയിലായിരിക്കും ഉണ്ടാവുക അല്ലെ, വെള്ളത്തിന്റെ എപ്പോഴും അടിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അതായത് ഇപ്പോൾ സപ്പോസ് വെള്ളത്തിന് മേലെ ഒരു ബോഡി അടിയിൽ നിൽക്കുകയാണെന്ന് വെച്ചോ, അതിന്റെ അർത്ഥം എന്താ, റിലേറ്റീവ് ഡെൻസിറ്റി എപ്പോഴും ഒന്നിനെക്കാട്ടി കൂടുതലായിരിക്കും. ഇനി മനസ്സിലായിട്ടില്ല ഒന്നും കൂടി പറയാം. ഇപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ വെച്ചാൽ ഇവിടെ ഡെൻസിറ്റി ഓഫ് എ ബോഡി എന്ത് ചെയ്യുക, അവിടെ കൂടുതലായിരിക്കും. ഡെൻസിറ്റി ഓഫ് എ ബോഡി കൂടുതലായിരിക്കും. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ ഡെൻസിറ്റി ഓഫ് വാട്ടറിനെക്കാട്ടും കൂടുതലായിരിക്കും എന്ത് ചെയ്യുക, ഡെൻസിറ്റി ഓഫ് ബോഡി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് ബോഡി എന്ത് ചെയ്യുക, കൂടുതലായിരിക്കും. ഡെൻസിറ്റി ഓഫ് എ ബോഡി കൂടുതലായിരിക്കും. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി അടുത്ത് പറയുമ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വാല്യൂ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത് എന്താ, ഈ വാട്ടറിന്റെ ഡെൻസിറ്റിനായിട്ടും കുറവായിരിക്കും എന്ത് ചെയ്യുക, ആ ബോഡി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ബോഡി എന്ത് ചെയ്യുക, ഫ്ലോട്ട് ചെയ്യും. അപ്പം ഡെൻസിറ്റി ഓഫ് എ ബോഡി ലെസ് ദാൻ കുറവായിരിക്കും അല്ലെ, എന്തിനായിരിക്കും, വാട്ടറിനെക്കാട്ടി കുറവായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, ഡെൻസിറ്റി വാട്ടറിനെക്കാട്ടി കുറവാണ് ഡെൻസിറ്റി എങ്കിൽ എന്ത് ചെയ്യുക, വെള്ളത്തിന് മുകളിൽ എന്ത് ചെയ്യുക, വസ്തു ഫ്ലോട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ, വസ്തു ഫ്ലോട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സംഭവിക്കുക, അതായത് ഇവിടെ ബോഡി എന്ത് ചെയ്യുക, ബോഡി ഇമ്മേഴ്സ് ഇടും അല്ലേ, അതിൽ ഇമ്മേഴ്സ് ചെയ്യും. ഈ ഇവിടെ നമ്മളോ ബോഡി എന്ത് ചെയ്യുക, ഫ്ലോട്ട് ചെയ്യും. ക്ലിയർ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ, ക്ലിയർ അല്ലേ. അപ്പൊ എന്താ പറഞ്ഞത്, റിലേറ്റീവ് ഡെൻസിറ്റി വാല്യൂ എപ്പോഴും ഒന്നിനെക്കാട്ടി കൂടുതലാണെങ്കിൽ അതിന്റെ അടുത്ത് എന്താ, ബോഡി എന്ത് ചെയ്യുക, അതിൽ താഴെ ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുക അല്ലെ ചെയ്യുക. അതുപോലെ റിലേറ്റീവ് ഡെൻസിറ്റി വാല്യൂ ലെസ് ദാൻ 1 അല്ലേ, ഒന്നിനെക്കാട്ടി എന്ത് ചെയ്യുക, കുറവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ബോഡി എന്ത് ചെയ്യുക, ഫ്ലോട്ട് ചെയ്യുക. അതായത് വെള്ളത്തിന് മുകളിലാക്കി എന്ത് ചെയ്യുക, ബോഡി നിൽക്കുക അല്ലെ. അതായത് വെള്ളത്തിനാണെങ്കിൽ കുറവാണ് ആ വസ്തുവിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്.